ഏറെ ഏറെ കുറയാകാൻ ഇടയുണ്ട്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം, താല്പര്യം, അഥവാ അപ്പോസ്തലൻ പൗലോസ് എബ്രായർക്ക് ഈ ലേഖനം എഴുതുന്നതിന്റെ താല്പര്യത്തെ കുറിച്ച് നമ്മൾ പറയുണ്ടായി. അപ്പോസ്തലന്റെ ഉള്ളിലുള്ള താല്പര്യം എബ്രായ ക്രിസ്ത്യാനികളായിരിക്കുന്ന, അഥവാ യഹൂദ മതം വിട്ട് യേശുക്രിസ്തുവിനെ ശിഷ്യരായി തീർന്ന, യേശുക്രിസ്തുവിന്റെ പുതിയ നിയമത്താൽ ആകർഷിക്കപ്പെട്ടവരായി തീർന്നിരിക്കുന്നവർ വീണ്ടും പഴയ എബ്രായ മതത്തിലേക്കും മോശയുടെ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നതിലേക്കും ആ മഹാപുരോഹിതന്മാരുടെ ശുശ്രൂഷയിലേക്കും എല്ലാം മടങ്ങിപ്പോകാൻ ഒരു വ്യഗ്രത കാണിക്കുമ്പോൾ, എന്തുകൊണ്ടും പുതിയ നിയമം ആണ് നമുക്കിന്ന് അനുസരിക്കാനും പിൻപറ്റുവാനും ഉള്ളത്. ഈ പുതിയ പ്രമാണം എന്ന് പറയുന്നത്, അഥവാ പഴയ പ്രമാണം എന്നുള്ളത് വരാനുള്ള നന്മകളുടെ നിഴൽ മാത്രമായിരുന്നു എന്ന് നമ്മൾ കാണുകയുണ്ടായി. അപ്പോസ്തലൻ അത് അവരോട് പറയുന്നു. എന്ന് മാത്രമല്ല, പഴയ പ്രമാണത്തിലുള്ള മഹാപുരോഹിതന്മാർ അവരും അവരുടെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത്, അവര് സ്വർഗീയമായതിന്റെ നിഴലും ദൃഷ്ടാന്തവുമായിരുന്ന സമാന കൂടാരത്തിലാണ് ശുശ്രൂഷ ചെയ്തിരുന്നത്. എന്നാൽ ഒറിജിനലായിട്ടുള്ളത് അവർ ശുശ്രൂഷ ചെയ്തിരുന്ന കാലത്ത് വെളിപ്പെട്ടിരുന്നില്ല. ആ ഒറിജിനൽ എന്ന് വെളിപ്പെടാനുണ്ട് എന്നതിന്റെ പ്രഖ്യാപനം പോലെയാണ് അവരെ ശുശ്രൂഷ ചെയ്തിരുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. നമ്മൾ ഇതിന്റെ 9-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി, എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി, വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. നമ്മൾ ഇന്നലെ ഈ വാക്യം വായിച്ചതാണ്, ഇന്നലെ വായിച്ചു പോയി. എന്നാൽ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാനുള്ള സമയമില്ലായിരുന്നു, കടക്കാൻ സാധിച്ചില്ല. ഇവിടെ പഴയ പുരോഹിതന്മാരെ, പഴയ നിയമത്തിലുള്ള മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചുള്ള അല്ലെങ്കിൽ അഹരോന്റെ പിന്തുടർച്ചക്കാരായിരിക്കുന്ന മഹാപുരോഹിതന്മാര് ചെയ്തിരുന്നൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ക്രിസ്തുവോ എന്ന് തുടങ്ങുന്നു. ക്രിസ്തു എന്താണ് ചെയ്തത് എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നു. ഇപ്പൊ നമ്മൾ കണ്ടു, ന്യായപ്രമാണം വരാനുള്ള നന്മകളുടെ നിഴലായിരുന്നു. അപ്പോ ഈ വരാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ടാണ് ഈ ക്രിസ്തു വന്നത്. ഈ വരാനുള്ള നന്മകൾ എന്ന് പറയുമ്പോൾ പഴയ മഹാപുരോഹിതന്മാർ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്ന് അല്പമായിട്ടെങ്കിലും നമ്മൾക്ക് ഗ്രഹിക്കുന്നത് നല്ലതാണ്. പഴയ പ്രമാണത്തിലുള്ള മഹാപുരോഹിതന്റെ ഒരു ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. അവർക്ക് മോശ മുഖാന്തരം ദൈവം കൽപ്പിച്ചാക്കിയ ഒരു ഡ്രസ്സിങ് സംവിധാനം ഉണ്ടായിരുന്നു. ആ ഡ്രസ്സിങ്ങില് അവരുടെ മാർപ്പതക്കം എന്ന നമ്മുടെ കൈയുടെ മുൻഭാഗത്തായിട്ട് നെഞ്ചോട് ചേർന്ന് അവരുടെ മാർപ്പതക്കം എന്ന് 2 പതക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ ഗോമേതകം കൊണ്ടാണ് മാർപ്പതക്കം ഉണ്ടാക്കിയിരുന്നത്. ആ ഗോമേതക കല്ലില് ഓരോ കല്ലിൽ 6 ഗോത്രങ്ങളുടെ പേര് വീതം 2 കല്ലുകളിലായിട്ട് 12 ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേര് അതിൽ കൊത്തിയിരുന്നു. സ്വർണത്തിൽ, തങ്കം കൊണ്ടാണ് അതിൽ കൊത്തിയിരുന്നു. അപ്പോൾ ഈ മാർപ്പതക്കം മോശയുടെ പ്രമാണത്തിലുള്ള അഹരോന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ തന്റെ മാറിൽ ഇത് വഹിച്ചിരുന്നു. തന്റെ ഡ്രസ്സ് ചെയ്തതിന് ശേഷം അതിന്റെ പുറത്ത് ചുമർക്കണ്ടം എന്നുള്ള ഒരു സാധനമുണ്ട്, ഒരു ഡ്രസ്സുണ്ട്. അതിന്റെ മുൻഭാഗത്തായിട്ട് നെഞ്ചോട് ചേർന്ന് ധരിച്ചിരുന്ന 2 ഗോമേത കല്ലുകളാണ് മാർപ്പതക്കം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മാർപ്പതക്കത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ 12 ഗോത്രങ്ങളുടെ പേരുണ്ടായിരുന്നു. അതായിരുന്നു അഹരോന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതൻ ചെയ്തിരുന്ന കാര്യം. ആ മാർപ്പതക്കം തന്റെ നെഞ്ചിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പുതിയ പ്രമാണത്തിലുള്ള, അഥവാ കർത്താവ് യേശുക്രിസ്തു മഹാപുരോഹിതനായിരിക്കുന്ന യേശുക്രിസ്തു ചെയ്യുന്നത്, ഈ മാർപ്പതക്കത്തിൽ 12 ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേര് വഹിക്കുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആണ്
ഓരോ രക്ഷിക്കപ്പെടുന്ന മനുഷ്യരെ കുറിച്ചും തൻ്റെ ഹൃദയത്തിലാണ് അവരെ വഹിക്കുന്നത്. നമ്മൾ കാണുന്നു യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. 17-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ ഇങ്ങനെ വാക്യം കാണുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ഒരു പ്രാർത്ഥന 17-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന നമ്മൾ കാണും, മധ്യസ്ഥ പ്രാർത്ഥന കാണും. ആ പ്രാർത്ഥനയിൽ യേശുക്രിസ്തു പറയുന്നൊരു കാര്യം, പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവര് വിശുദ്ധരായി തീരേണ്ടതിന് ഞാൻ ഇവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ താല്പര്യം, യേശുക്രിസ്തു പഴയ പ്രമാണത്തിലുള്ള മഹാപുരോഹിതന്മാര് ഈ ശരീരത്തിന്റെ പുറത്താണ് ഇവരുടെ ഈ പേരിങ്ങനെ വഹിച്ചിരുന്നത്. എന്നാൽ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ പുറത്തല്ല, തൻ്റെ ഹൃദയത്തിലാണ് നമ്മെ ഓരോരുത്തരും വഹിക്കുന്നത്. എന്ന് മാത്രമല്ല, പഴയ പ്രമാണത്തിലുള്ള മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു വിശേഷ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അത് കോട്ടൺ പഞ്ഞിനൂൽ കൊണ്ടുള്ള വിശേഷ വസ്ത്രമായിരുന്നു. എന്നാൽ താന് ഈ ഒരു വിശേഷ വസ്ത്രം ധരിച്ചിട്ടാണ് അവിടെ ശുശ്രൂഷ ചെയ്തിരുന്നത്. ആ ശുശ്രൂഷയ്ക്ക് ശേഷം താൻ ഈ വിശേഷ വസ്ത്രം അവിടെ ഊരിവെക്കുകയാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ ചെയ്തത്, താൻ ഊരിവെച്ചത് പഞ്ഞി കൊണ്ടുള്ള ഒരു അങ്കിയല്ല, പഞ്ഞി കൊണ്ടുള്ള ഡ്രസ്സല്ല, ഒരു ഡ്രസ്സല്ല. നേരെ മറിച്ച് താൻ അവിടെ ഊരിവെച്ചത്, താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ആ ദൈവത്വം ആണ് താൻ അവിടെ ഊരിവെച്ചത്. എന്ന് മാത്രമല്ല, ഈ അഹരോന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതന്റെ നെറ്റിക്ക് ഒരു പട്ടം ഉണ്ടായിരുന്നു. അത് ആ നെറ്റിയിലുള്ള പട്ടത്തില് തങ്കം കൊണ്ട് ഒരു എഴുത്തുണ്ടായിരുന്നു. തങ്കലിപികളിൽ കൊത്തിയിരുന്ന ഒരു എഴുത്ത്. അത് ഇങ്ങനെയായിരുന്നു: യഹോവയ്ക്ക് വിശുദ്ധം എന്നൊരു തങ്കലിപികളിൽ എഴുതിയിരുന്ന പട്ടമുണ്ടായിരുന്നു. അത് എന്നാൽ പുതിയ പ്രമാണത്തിലുള്ള കർത്താവ് യേശു ക്രിസ്തുവിന്റെ നെറ്റിക്ക് പുറത്ത് നിന്ന് എഴുതി ചേർത്ത യഹോവയ്ക്ക് വിശുദ്ധം എന്നൊരു എഴുത്തല്ല ഉള്ളത്. നേരെ മറിച്ച് താൻ തന്നെ പൂർണ്ണമായും വിശുദ്ധൻ ആയിരുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും തന്നെ കർത്താവ് യേശു ക്രിസ്തു മറ്റു മഹാപുരോഹിതന്മാരെക്കാൾ വ്യത്യസ്തനായിരുന്നു. വരാനുണ്ടായിരുന്ന നന്മകൾ എന്ന് പറയുന്നത്, യേശു ക്രിസ്തു നമ്മളെ തന്റെ ഹൃദയത്തിൽ വഹിക്കുന്നു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ വിശുദ്ധീകരിക്കാൻ ഒന്നുമില്ലായിരുന്നു. നേരെ മറിച്ച് അവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ ഇവർക്ക് വേണ്ടി എന്നെ തന്നെ മാറ്റിവെക്കുന്നു, അല്ലെ എന്നെ തന്നെ ഇവർക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു, ഏൽപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞത്. അല്ല യേശുവിനെ ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി തന്റെ ജീവിതത്തിലൊന്നുമില്ലായിരുന്നു. എന്നാൽ അവിടെ നമുക്ക് വേണ്ടി യേശു ക്രിസ്തു തന്നെ നമ്മൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു, ഏൽപ്പിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ താല്പര്യം, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ മറ്റു മഹാപുരോഹിതന്മാരെക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠനാണ്, വ്യത്യസ്തനാണ്. ഈ നന്മകളെല്ലാം മറ്റു മഹാപുരോഹിതന്മാരുടെ ഹൃദയത്തിൽ ഇസ്രായേൽ ഗോത്രത്തെ വഹിക്കാൻ കഴിയാതെ, എന്നാൽ നമ്മുടെ മഹാപുരോഹിതൻ തന്റെ ഹൃദയത്തിൽ നമ്മെ ഓരോരുത്തരെയും വഹിക്കുന്നു. ഇങ്ങനെയുള്ള നന്മകളാണ് ഈ ന്യായപ്രമാണം മുഖാന്തരം, അല്ലെങ്കിൽ ആ മഹാപുരോഹിതന്മാര് മുഖാന്തരം വരാൻ കഴിയാതിരുന്നതും ഇപ്പോഴത്തെ നമ്മുടെ മഹാപുരോഹിതനായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത്, വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി. ഇപ്പൊ പഴയ നിയമത്തിലെ മഹാപുരോഹിതന്മാരെല്ലാം ശുശ്രൂഷ ചെയ്തിരുന്നത് കൈപ്പണിയായ കൂടാരങ്ങൾ, മനുഷ്യൻ നിർമ്മിതമായ കൂടാരങ്ങളിലായിരുന്നു മഹാപുരോഹിതന്മാരെ ശുശ്രൂഷ ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കും കൈപ്പണി അല്ലാത്ത എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ കൂടാരത്തിൽ കൂടി, ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത വലിപ്പവും തികവുമേറിയ കൂടാരത്തിൽ കൂടിയാണ് യേശു ക്രിസ്തു കടന്നുപോയത്. മഹാപുരോഹിതൻ രക്തവുമായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിൽ ഒരിക്കൽ കടന്നു പോകുന്നത് കൈപ്പണിയായ കൂടെ ആയിരുന്നു. അത് പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്കും അവിടെ നിന്ന് ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്കും അഥവാ അതിവിശുദ്ധ സ്ഥലത്തേക്കും പോയിരുന്നു. എന്നാൽ നമ്മുടെ മഹാപുരാതന കർത്താവ് യേശു ക്രിസ്തു കടന്നുപോയത്
ആകാശ മേഘങ്ങളെ കടന്ന് നമ്മൾ വായിക്കുന്നു സ്വർഗത്തിൽ മീതെ കയറിയവൻ എന്നൊക്കെ നമ്മൾ ദൈവത്തിന് വായിക്കുന്നു. അപ്പൊ ഈ സ്വർഗത്തിലെ അതിവിശുദ്ധ സ്ഥലമാകുന്ന ദൈവം വസിക്കുന്ന അതിവിശുദ്ധ സ്ഥലം എന്ന സ്വർഗത്തിൽ ആണ് യേശു ക്രിസ്തു കയറിയത്. അത് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതാണ്. അപ്പൊ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതും വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി യേശു ക്രിസ്തു കടന്നുപോയി. ആ കടന്നു പോയത് അഹരോന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതന്മാർ കടന്ന് ആ വിശുദ്ധ സ്ഥലം കഴിഞ്ഞ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ അവരുടെ കയ്യിൽ രക്തം ഉണ്ടായിരുന്നു. അത് സ്വന്തം പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടി കൊല്ലപ്പെട്ട കാളയുടെ രക്തവും ജനത്തിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി കൊല്ലപ്പെട്ട ആടിന്റെ രക്തവും, ഇങ്ങനെ ഈ 2 രക്തവുമായിട്ടാണ് ഈ മഹാപുരോഹിതന്മാരെല്ലാം അതിവിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിൽ ഒരിക്കൽ കടന്നു പോയിരുന്നത്. എന്നാൽ ഈ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ കടന്നു പോയിരിക്കുന്നത് കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ എന്ന് അവിടെ എഴുതി. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. ഇപ്പം അഹരോന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതന്മാര് ഒരിക്കലായിട്ടല്ല അവിടെ പ്രവേശിക്കുന്നത്, നേരെ മറിച്ച് ഈ ഒരു വർഷത്തിൽ ഒരിക്കൽ പ്രവേശിക്കും. പിന്നെയും അതേ വർഷത്തിൽ അതേ ദിവസത്തിൽ അവർ പ്രവേശിക്കണമായിരുന്നു. കാരണം ഒരു വർഷത്തേക്ക് മാത്രമേ ഇവരുടെ ഈ പ്രക്രിയയുടെ ഫലം നിലനിൽപ്പുള്ളായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, നമ്മുടെ മഹാപുരോഹിതനായ കർത്താവ് യേശു ക്രിസ്തു ഒരിക്കൽ മാത്രം ആ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് സ്വന്തം രക്തത്താൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചിട്ട് താൽക്കാലികമുള്ള ഒരു വർഷത്തേക്കുള്ള വീണ്ടെടുപ്പല്ല, ഒരു വർഷത്തേക്കുള്ള ക്ഷമയുടെ റിക്വസ്റ്റ് അല്ല പിതാവിനോട് ചെയ്യുന്നത്, നേരെ മറിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്, സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ എബ്രായനിൽ തന്നെ വായിക്കുന്നു. ഇപ്പൊ യേശു ക്രിസ്തു മറ്റു മഹാപുരോഹിതന്മാരെക്കാൾ എന്തുകൊണ്ട് ശ്രേഷ്ഠനായി, എന്തുകൊണ്ട് യോഗ്യനായി? കർത്താവ് യേശു ക്രിസ്തു സ്വന്തം രക്തത്താൽ കൈപ്പണിയല്ലാത്ത നിത്യമായ കൂടാരമായ സ്വർഗത്തിലേക്ക് അഥവാ പിതാവിന്റെ സന്നിധിയിലേക്ക് സ്വന്തം രക്തത്താൽ കടന്നുപോയി എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എന്നുള്ളതാണ് 11-ാം വാക്യത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. ഇനി അടുത്ത വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 11-ാമത്തെ വാക്യത്തില് ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ, അപ്പൊ കാളകളുടെയും കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ടോ? ഓക്കെ, ശരി ശരി ബ്രദറെ. ഇപ്പൊ നമ്മൾ വായിച്ചത് ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മം. പശുഭസ്മം പശുഭസ്മം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് നുകം വെച്ചിട്ടില്ലാത്ത ചുവപ്പ് നിറമുള്ള ഒരു പശുക്കിടാവിനെ തിരഞ്ഞെടുക്കും. ചുവന്ന നിറമുള്ളതായിരിക്കണം, അതിന് നുകം വെക്കാത്തതായിരിക്കണം. ആ പശുക്കിടാവിനെ സമൂലമായിട്ട് ഇതിനെ ദഹിപ്പിച്ചിട്ട് യാഗമാക്കി തീർത്തതിന് ശേഷം ആ ചാരം വാരിയെടുക്കും. ആ ചാരം വാരി സൂക്ഷിച്ചു വെച്ചിട്ട് അതിലെ കുറച്ച് ചാരം എടുത്തിട്ട് വളരെ ശുദ്ധിയുള്ള ഉറവ് വെള്ളത്തിൽ കലക്കും. ഈ ഉറവ് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ആരെങ്കിലും മലിനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മലിനപ്പെടുന്നത് ശവത്താൽ അശുദ്ധനാകുകയോ അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ അശുദ്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മേല് തളിക്കുന്നതാണ് പശുഭസ്മം എന്ന് പറയാം. പശുഭസ്മം ഉണ്ടാക്കുന്നത് ഈ നുകം വെച്ചിട്ടില്ലാത്ത പശുവിനെ സമൂലമായി യാഗമാക്കി തീർന്ന് അതിന്റെ ചാരം വാരി ഉറവിലെ വെള്ളത്തിൽ കലക്കിയാണ് ഈ പശുഭസ്മം മലിനപ്പെട്ട മേൽ തളിക്കുന്ന പശുഭസ്മം. ഈ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും
ഒരു കാര്യം മാത്രമേ ചെയ്തിരുന്നുള്ളൂ, ജഡീക ശുദ്ധി മാത്രമേ വരുത്തിയിരുന്നു. ആത്മാവിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പ്രക്രിയ ആയിരുന്നു. ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നമ്മളോട് അതിന്റെ 2ാം ഭാഗം വായിക്കുന്നു. നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെ തന്നെ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജ്ജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പൊ ഈ കാളുകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ ഈ പശു, ഞാൻ പറഞ്ഞു, ഈ പശുഭസ്മം ഉണ്ടാക്കുന്നത് ഈ തീയിലാണ് ഈ പശുവിനെ ദഹിപ്പിക്കേണ്ടത്. അല്ല, ദഹിക്കുന്ന ഏത് വസ്തുവും ദഹിക്കുന്നത് ചാരമായി തീരുന്ന തീ കൊണ്ടാണ്. എന്നാൽ ഇത് മനുഷ്യൻ കത്തിക്കുന്ന അല്ലെങ്കിൽ ആ യാഗപീഠത്തിൽ ഉണ്ടായിരുന്ന ഒരു തീയാലല്ല, നേരെ മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് യേശുക്രിസ്തു തന്നെ തന്നെ യാഗമാക്കി തീർത്തത്. ആ പരിശുദ്ധാത്മാവിനാൽ തന്നെ തന്നെ യാഗമാക്കി തീർത്ത ആ യേശുക്രിസ്തുവിന്റെ രക്തം ചെയ്യുന്ന കാര്യം, ആ രക്തം നമ്മളുടെ മനസാക്ഷിയെ, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജ്ജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഇവിടെ നമ്മൾ ഒരു കാര്യം കാണുന്നത്, ദൈവത്തെ യഥാർത്ഥത്തിൽ ആരാധിക്കണമെങ്കിൽ, ഒരു ശുദ്ധമായ മനസാക്ഷി വേണം എന്നുള്ള ഒരു ധ്വനി, ഒരു സത്യം ഇവിടെ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശുദ്ധമായ ഒരു മനസാക്ഷി ഉള്ളവർക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് ദൈവത്തെ ആരാധിക്കുന്നത് എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ കാണുന്നു, അങ്ങനെയുള്ളവരുടെ മനസാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കപ്പെട്ടതായി തീരണം. അപ്പോ അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി സൂക്ഷിക്കാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. അല്ല, അങ്ങനത്തെ ഒരു മനസാക്ഷി ഞാൻ എപ്പോഴും സൂക്ഷിക്കുമെന്നും അങ്ങനത്തെ ഒരു മനസാക്ഷി വേണമെന്നും അപ്പോസ്തലനായ പൗലോസ് നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത്, ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് ഒരു നിർമ്മലമായ മനസാക്ഷി ആവശ്യമാണ്. അങ്ങനെ ആ നിർമ്മലമായ മനസാക്ഷി നമുക്ക് ലഭിക്കുന്നത് ഈ പശുഭസ്മം അല്ലെങ്കിൽ ആട്ടുകൊറ്റന്മാരുടെ രക്തം, കാളുകളുടെ രക്തം, ഇതുകൊണ്ടൊന്നും നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കപ്പെടുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രമേ ഏത് മനുഷ്യന്റെ മനസാക്ഷിയിൽ ശുദ്ധീകരണം വരുത്താൻ കഴിയത്തുള്ളൂ. ആ മനസാക്ഷിയിൽ വരുത്തിയ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ, പാപങ്ങൾ യേശുക്രിസ്തു നമ്മളോട് ക്ഷമിച്ചു, നമ്മുടെ പാപങ്ങൾ ഇനി ഓർക്കുകയുമില്ല എന്ന് ദൈവതീരുമാനം നമ്മൾ പ്രഖ്യാപിക്കും. ദൈവം നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിട്ട് ആ പാപങ്ങളെ ഇനി ഒരിക്കലും ആ പാപങ്ങളെ ദൈവം ഓർക്കാതെ വണ്ണം ദൈവം എന്നേക്കുമായിട്ട് അത് മായ്ച്ചു കളയുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെ മറക്കുകയല്ല, നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുകയായി. ആ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെ മായ്ക്കുന്നത് ആയതുകൊണ്ട് നമ്മുടെ മനസാക്ഷിയിൽ യാതൊരു ആക്ഷേപം ഇല്ലാതെ വണ്ണം യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആയി തീർന്നു. ആ രക്തത്താൽ നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കപ്പെടുന്നു. ഞാൻ എൻ്റെ അടുത്ത വാക്യം വായിക്കുന്നു. എത്രയധികം ശുദ്ധീകരിക്കും. അടുത്ത വാക്യത്തില്, അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ആകുന്നു. ഇവിടെ വായിക്കുന്നത്, അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട്, ആദ്യ ദൈവത്തിലെ ലംഘനങ്ങളിൽ നിന്ന് ഒരു മരണമുണ്ടായിട്ട്, വീണ്ടെടുപ്പിനായിട്ടൊരു മരണമുണ്ടായിട്ട് നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം, ഈ നിത്യ അവകാശത്തിന്റെ ഈ വാഗ്ദത്തം നമുക്ക് അവകാശം ലഭിക്കുന്നത് വാഗ്ദത്തത്താലാണ്. ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങൾക്കും നമ്മൾ കാണുമ്പോൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ആണെങ്കിലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരു കണ്ടീഷനുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. അതായത്, ഉദാഹരണത്തിന് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പൊ കർത്താവ് നമ്മളിൽ വസിക്കണമെങ്കിൽ നാം കർത്താവിൽ വസിക്കണം. അപ്പോ കർത്താവിൽ നാം വസിക്കണമെങ്കിൽ
കർത്താവ് നമ്മിൽ വസിക്കണമെങ്കിൽ നാം കർത്താവിൽ വസിക്കുന്നവരായിരിക്കണം. അതുപോലെ ഇപ്പോ പിശാചിനോട് എതിർത്തേൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്ന് നമ്മൾ പെട്ടെന്ന് സാധാരണ അങ്ങനെ പറയുന്നത്. പക്ഷെ അതിന്റെ മുകളിലൊരു വാക്യമുണ്ട്, ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്തേൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടി. അപ്പൊ നമ്മള് സാധാരണ പെട്ടെന്ന് പലരും വായിക്കാറ് ഉള്ളത്, ഞാൻ കേട്ടിട്ടുള്ളത്, പിശാചിനോട് എതിർത്തേൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്നാണ്. പക്ഷെ പിശാചിനോട് എതിർത്ത് നിന്ന് ആ പിശാചിന് ഓടിപ്പോകണമെങ്കിൽ നാം ദൈവത്തിന് കീഴടങ്ങുന്നവരായിരിക്കും. നാം ദൈവത്തിന് കീഴടങ്ങുന്നവരാണെങ്കിൽ മാത്രമേ, അഥവാ ദൈവത്തിന് കീഴടങ്ങിയാൽ മാത്രമേ പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പോൾ പിശാച് നമ്മളെ വിട്ടോടിപ്പോകും. ഞാൻ പറഞ്ഞത്, ഈ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. ഈ വാഗ്ദത്തങ്ങൾ, നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തങ്ങൾ വഹിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പൊതുദൈവത്തിന്റെ മധ്യസ്ഥനാകും. അപ്പൊ നമുക്ക് വാഗ്ദത്തങ്ങൾ, നമുക്ക് അവകാശം ലഭിക്കുന്നത് വാഗ്ദത്തത്താലാണ്. ഇപ്പൊ അബ്രഹാമിന് ദൈവം വാഗ്ദത്തങ്ങൾ കൊടുത്തു. ഈ വാഗ്ദത്തം ലഭിച്ചവനെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ദൈവം അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹങ്ങളെല്ലാം വാഗ്ദത്തത്താലാണ് കൊടുത്തത്. അപ്പൊ നമുക്കും വാഗ്ദത്തമുണ്ട്. ഇപ്പോ നമ്മൾ ഡെയിലി ലൈഫ്, നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ എന്ത് തിന്നും, എന്തുടുക്കും, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠ വേണ്ട എന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചു. അപ്പൊ അവിടെ ഒരു വ്യവസ്ഥ കർത്താവ് വെച്ചു, മുന്നമേ അവന്റെ രാജ്യം നീതി അന്വേഷിപ്പിക്കും, അതോടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഉണ്ണാനും ഉടുക്കാനും ഉള്ളത് നമുക്ക് ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ ലഭിക്കണമെങ്കിൽ ഒരു ദൈവമക്കളായിരിക്കുന്നവർക്ക്, അല്ലെ ദൈവവിശ്വാസികളായിരിക്കുന്നവർക്കുള്ള പ്രോമിസ്, വാഗ്ദത്വം, ഈ കാര്യങ്ങളെ, ഈ ഭക്ഷണം ഉണ്ണാനും കൊടുക്കാനുമുള്ള നമുക്ക് ലഭിക്കണമെങ്കിൽ നാം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരായിരിക്കണം. അപ്പോൾ ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിക്കുന്നത്, നമുക്ക് ഈ അവകാശങ്ങൾ ലഭിക്കുന്നത്, ഈ വാഗ്ദത്തങ്ങൾ ലഭിക്കുന്നത് ഒരു കണ്ടീഷൻ ആയിട്ടാണ്, വ്യവസ്ഥാധിഷ്ഠിതമായിട്ടാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം ആർക്കാ ലഭിക്കുന്നത്? അത് വിളിക്കപ്പെട്ടവർക്കാണ് ലഭിക്കുന്നത്. വിളിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ദൈവത്താൽ വിളിക്കപ്പെട്ടത് ഈ ലോക സ്ഥാപനത്തിന് മുൻപേ നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. യേശു ക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആ വിളി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം തന്നു. ആ വിളി കേൾക്കാനുള്ള ഹൃദയം നമുക്ക് തന്നു. ആ വിളി നമുക്ക് കേൾക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവം തുറന്നു. നമ്മുടെ ആത്മാവിൽ അതിന് കൃപ ദൈവം തന്നു. അപ്പൊ അങ്ങനെ വിളിക്കപ്പെട്ടവർക്കാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ലഭിക്കുന്നത്. വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് എന്നവിടെ എഴുതിയിരിക്കും. അത് അങ്ങനെ ലഭിക്കേണ്ടതിന് യേശു ക്രിസ്തു പുതിയ ദൈവത്തിന്റെ മധ്യസ്ഥൻ ആകുന്നു. നിയമം ഉള്ളയിടത്ത്, അതിന്റെ അടുത്ത വാക്യം, നിയമം ഉള്ളയിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം. നിയമം ഉള്ളിടത്ത് നിയമകർത്താവിന്റെ, ആ നിയമം ഉണ്ടാക്കിയവന്റെ മരണം ആവശ്യമാണ്. അതെന്തിനാ മരണം? അതിന്റെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കും, മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്, നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. ഇപ്പോ ഒരു നിയമം ഉണ്ടാക്കി, ഞാനൊരു നിയമം ഉണ്ടാക്കി. ആ നിയമം ഉണ്ടാക്കിയ എനിക്ക്, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വേണമെങ്കിൽ ആ നിയമത്തിന് ഭേദഗതി വരുത്താൻ എനിക്ക് കഴിയും, എനിക്ക് അവകാശമുണ്ട്. പക്ഷെ അതുകൊണ്ട്, എന്നാൽ ഞാൻ നിയമം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ മരിച്ചു എന്ന് വിചാരിക്കും. ഞാൻ നിയമം ഉണ്ടാക്കിയ ശേഷം ഞാൻ മരിച്ചു പോയാൽ ഇനി ആ നിയമത്തിന് ഒരു മാറ്റവും വരുത്താൻ ആർക്കും കഴിയത്തില്ല. കാരണം എനിക്ക് മാറ്റം വരുത്താമായിരുന്നു, പക്ഷെ ഞാൻ ഇപ്പൊ ജീവനോട് ഇല്ലാത്തതുകൊണ്ട് ഇനി എനിക്കും മാറ്റം വരുത്താൻ പറ്റത്തില്ല. ഞാൻ ഉണ്ടാക്കിയ നിയമമായതുകൊണ്ട് വേറെ ആർക്കും അതിനകത്ത് അവകാശമില്ല, മാറ്റം വരുത്താൻ ആർക്കും കഴിയത്തില്ല. അപ്പൊ ഈ നിയമം ഉണ്ടാക്കിയവന്റെ ജീവകാലത്ത് അവൻ ജീവനോടിരിപ്പുണ്ടെങ്കിൽ ഒരു പക്ഷേ വേണമെങ്കിൽ ആ നിയമത്തിന് മാറ്റം വരുത്താം. പക്ഷെ ഈ നിയമകർത്താവ് മരിച്ചുവെങ്കിൽ ആ നിയമത്തിന് ഒരിക്കലും മാറ്റം വരുത്താൻ ആർക്കും കഴിയത്തില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ഉള്ളവരുടെ മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകും, നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും
സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച ദൈവത്തിന്റെ രക്തം എന്ന് പറഞ്ഞു. ഈ കാര്യം നമുക്ക് പഴയ ദൈവത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാമെന്ന് ഞാൻ ധരിക്കുന്നു. മോശ ന്യായപ്രമാണം എല്ലാം ജനങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. ന്യായപ്രമാണം വായിച്ചു കേൾപ്പിച്ചതിന് ശേഷം ആ രക്തം എടുത്ത് ഈസോപ്പിന്റെ ഒരു കെട്ട് തണ്ടെടുത്തിട്ട് ആ രക്തവും വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഈസോപ്പിന്റെ ഈ ഒരു കെട്ട് തണ്ടെടുത്തിട്ട് ഈ രക്തവും വെള്ളം കൂടെ ചാലിച്ച് മിക്സ് ചെയ്തിരിക്കുന്ന ഇതിനകത്ത് മുക്കിയിട്ട് എല്ലാത്തിന്റെ മേൽ മോശ തളിച്ചു, ജനത്തിന്റെ മേലും തളിച്ചു. എന്നിട്ട് തളിച്ചിട്ട് പറഞ്ഞു, ഇത് ദൈവം നിങ്ങളോട് ചെയ്ത നിയമത്തിന്റെ രക്തം. അപ്പൊ ഇവരോട് ചെയ്ത നിയമം ദൈവം ഉറപ്പിച്ചത് ഈ രക്തം തളിച്ചുകൊണ്ടാണ്. അഥവാ ഈ നിയമം ദൈവം ഉറപ്പിച്ചത് ഒരു മരണത്താലാണ്. അവിടെ മരിച്ചത് ആട്ടുകൊറ്റനോ കാളക്കിടാവോ പശുക്കിടാവോ ഒക്കെ ആയിരുന്നു. എന്നാൽ ആ പഴയ ഉടമ്പടി പോലും പഴയ നിയമം പോലും ദൈവം ഉറപ്പിച്ചത് ഒരു രക്തം ചൊരിച്ചിലൂടെയാണ്, ആ ഒരു മരണത്തിലൂടെയാണ്. അപ്പൊ ആ രക്തത്താലാണ് ദൈവം പഴയ ഉടമ്പടി പോലും ഉറപ്പിച്ചിരിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. താല്പര്യം ആട്ടുകൊറ്റന്മാരെ ചുവന്ന അടുത്ത വായിക്കുന്നു. ആട്ടുകൊറ്റന്മാരുടെ രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേൽ തളിച്ചു. ഇത് ദൈവം നിങ്ങളോട് ചെയ്ത നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണത്തിന്മേലും എല്ലാം തളിച്ചു. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊല്ലിട്ടല്ലാതെ വിമോചനമില്ല. 23-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ആകയാൽ സ്വർഗത്തിൽ ഉള്ളവയുടെ പ്രതിബിംബങ്ങളായ ഈ വകയാൽ ശുദ്ധീകരിക്കുന്നത് ആവശ്യം. ഈ കൂടാരത്തിലെ ഉപകരണങ്ങളും എല്ലാം സ്വർഗീയമായിരുന്നതിലായിരുന്നു, സ്വർഗീയമായതിന്റെ പ്രതിബിംബങ്ങളായി. ഈ പ്രതിബിംബങ്ങളായവയെ ഈ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. അതിന്റെ അടുത്ത വാക്യം പറയുന്നത്, സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ഇപ്പൊ സ്വർഗീയമായതിന്റെ നിഴലായിരുന്ന, സ്വർഗീയമായതിന്റെ പ്രതിബിംബങ്ങളായിരുന്നവയെ പോലും രക്തത്താൽ ശുദ്ധീകരിച്ചു. അത് കാളകളുടെ രക്തമാണ്, ആട്ടുകൊറ്റന്മാരുടെ രക്തമാണ്. ഈ രക്തത്താൽ ശുദ്ധീകരിച്ചു. എന്നാൽ സ്വർഗീയമായതിന്റെ പ്രതിബിംബമല്ല, സ്വർഗീയമായതിന് ഒറിജിനൽ ആയ സ്വർഗീയമായവയ്ക്ക് ഇതിനേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. എന്നിട്ട് പറഞ്ഞിരിക്കും, ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷമാകുവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചു. അപ്പം ഈ മഹാപുരോഹിതൻ ന്യായപ്രമാണ പ്രകാരമുള്ള അല്ലെ അഹരോന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതന്മാർ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു. രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു. രക്തം തളിച്ചിരുന്നു. എല്ലാ ഉപകരണത്തിന്മേലും കൂടാരത്തിനുവേണ്ടി രക്തം തളിച്ചു. അങ്ങനെ ആ രക്തത്താൽ ആ പഴയ ഉടമ്പടി പ്രതിഷ്ഠിക്കപ്പെട്ടു. അത് അഡോപ്റ്റ് ചെയ്ത് ആ പഴയ ഉടമ്പടി സ്ഥിരമായി. എന്നാൽ ഇവിടെ സ്വർഗീയമായതിന് അതിനേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യമാണ്. അങ്ങനെ യേശു ക്രിസ്തു രക്തത്താൽ അതിവിശ്വസത്തേക്ക് വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയ വിശ്വമന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രത്യക്ഷമാകാൻ ദൈവസന്നിധിയിൽ പ്രവേശിച്ചു എന്നെഴുതിയിരിക്കും. ഇപ്പൊ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രത്യക്ഷമാവാൻ ഈ അതിവിശുദ്ധ സ്ഥലമായ സ്വർഗാതിസ്വർഗമായ പിതാവിന്റെ സന്നിധിയായ അതിവിശുദ്ധ സ്ഥലത്തേക്ക് യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടു കൂടെ 25-ാമത്തെ വാക്യമായി ഇതും വായിക്കുന്നു. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടു കൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. ഈ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ മറ്റ് മഹാപുരോഹിതന്മാരെ പോലെ വർഷം തോറും ആണ്ടുതോറും തന്നെത്താൻ അർപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം മറ്റ് മഹാപുരോഹിതന്മാര്
കാളയുടെയോ ആട്ടുകൊറ്റന്മാരുടെയോ രക്തത്താലാണ് ആ കാര്യം സാധിച്ചിരുന്നത്. എന്നാൽ ഇവിടെ യേശുക്രിസ്തു അന്യരക്തം അല്ല, സ്വന്തം രക്തത്താലാണ് ഈ കാര്യം സാധിച്ച് നമുക്ക് വേണ്ടി പ്രത്യക്ഷമാകുവാൻ പിതാവിന്റെ സന്നിധിയായ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത് എന്നിവിടെ പറയുന്നു. യേശുക്രിസ്തു വിശുദ്ധ മന്ദിരത്തിലെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നമുക്ക് വേണ്ടി മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരുന്നത് ജനത്തിന്റെ പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടിയായിരുന്നു. അപ്പൊ എന്നതുപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന ഓരോ മനുഷ്യരുടെയും ശുദ്ധീകരണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ നാൾതോറും അവരുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ഏതെങ്കിലും പാകപ്പിഴകളുടെ വിശുദ്ധീകരണം അവർക്ക് ആവശ്യമെങ്കിൽ അവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നതിന് വേണ്ടി സദാ യേശുക്രിസ്തു സ്വന്തം രക്തവുമായി പിതാവിന്റെ സന്നിധിയിലുണ്ട്. വർഷത്തിൽ ഒരിക്കൽ അല്ല, ഒരു വർഷത്തിന്റെ 365 ദിവസവും രാപ്പകൽ വ്യത്യാസമില്ലാതെ 24 മണിക്കൂറും യേശുക്രിസ്തു നമുക്ക് വേണ്ടി പ്രത്യക്ഷം ആകാൻ യേശുക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ അഥവാ അതിവിശുദ്ധ സ്ഥലത്ത് അന്യരക്തവുമായിട്ടല്ല, സ്വന്തം രക്തവുമായിട്ട് നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടി ചൊരിഞ്ഞ യേശുക്രിസ്തുവിന്റെ രക്തവുമായിട്ട് ആ അതിവിശുദ്ധ സ്ഥലത്തുണ്ട് എന്നാണ് ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. ആകട്ടെ, നമുക്ക് ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം ഇതിന്റെ ബാക്കി കാര്യം ചിന്തിക്കാം എന്ന് താല്പര്യപ്പെടുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുമോ? അവിടെ ഞങ്ങളെ കൃത്യനായി സ്തുതിക്കുന്നു. കർത്താവേ, തിരുവാണ കർത്താവേ, അവിടുന്ന് കർത്താവേ അങ്ങ തന്റെ ദേഹം ജീവനുള്ള ഞങ്ങൾക്കായി തുറന്നു. കർത്താവേ, ഞങ്ങളുടെ ഏത് സമയത്ത് ഞങ്ങൾക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിച്ചനായ മഹാപുരോഹിതനായ അങ്ങയുടെ മുഖത്തേക്ക് എല്ലായ്പ്പോഴും നോക്കുവാനും അങ്ങയുടെ സ്ഥിരമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളുടെ വിശ്വാസം അങ്ങ് ഞങ്ങളിൽ അവിടുത്തെ പ്രവർത്തനയും ഈ ദിവസങ്ങളില് ഞങ്ങൾ ഓരോരുത്തരിലൂടെയും അവിടെ നിർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നു. കർത്താവേ, വചനം കേട്ടത് മറക്കുന്നവരായിട്ടല്ല, നല്ല ജീവിതത്തെയും അവിടുത്തെ വഴി നടക്കുന്നവരായി സാന്നിധ്യത്തിലൂടെ കർത്താവെ രക്ഷിക്കാൻ പോകണം. ദൈവമേ, ഞങ്ങളെ സഹായിക്കും. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവില് ദൈവമേ ഞങ്ങൾ ഓരോ കർത്താവെ ആത്മാവും പ്രാണനും ദേഹവും ശേഷമായി അനന്യമായി പോകണം. ദൈവമേ, അവിടെ കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ അമ്മയുള്ള മനുഷ്യൻ ശക്തിയോടെ വിലപ്പെടുവാനും വിശ്വാസാനും അവിടുത്തെ സഹായിക്കും. കർത്താവെ, സ്തോത്രം. ദൈവമേ, ദിവസങ്ങളിൽ കർത്താവെ ആത്മാവിനെ അനുസരിച്ച് നടത്തുവാൻ പഠിപ്പിക്കണം. കർത്താവെ, സ്തോത്രം. ദൈവമേ, കേൾക്കുന്ന ദൈവത്തിന്റെ വചനം കർത്താവെ നടത്തിയ തലങ്ങളിൽ മാത്രം ദൈവമേ ഞങ്ങൾക്ക് രാഗവും മാത്രമുള്ളവരായിരിക്കാതെ ദൈവമേ ഞങ്ങളുടെ അനുദിന ജീവിതം കർത്താവെ അത് ആ വഴിയിൽ നടക്കുവാൻ പോകണം. പ്രായോഗിക തലങ്ങളിൽ കർത്താവെ അത് ഏറ്റെടുക്കുവാൻ പോകണം. ദൈവമേ, അതിലൂടെ ദൈവത്തിന്റെ ജീവന്റെ സമൃദ്ധിയിലേക്ക് ഞങ്ങളെ അവിടെ നയിക്കണം. സ്തോത്രം ചെയ്യുന്നവർ സംസാരിക്കുന്നവരെയും കാരണമായിട്ട് സഹായിക്കുകയും പോവുകയും ചെയ്യണം. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവെ, വിശ്വാസമായിട്ട് പോകണം. അവിടുന്ന് സഹായിക്കണം. കർത്താവെ, കർത്താവെ അങ്ങയുടെ സാന്നിധ്യവും ഞങ്ങളുടെ ജീവിതം കർത്താവെ അവിടുന്ന് ഓർമ്മ കൊടുക്കുവാൻ പോകണം. അവിടെ ഞങ്ങളെ ഇടയാക്കി കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്ന പ്രാർത്ഥനകരനായി തന്നെ. ആമേൻ. ഒരു പാട്ട് പാടുന്ന രീതി നമുക്കുണ്ടല്ലോ, ആരെങ്കിലും പാടുവോ? പാടാം. നീയല്ലോ ഞങ്ങൾക്കുള്ള യേശുവേ,
നീയല്ലാതിരാശ്രയിപ്പാനാരുവി നീയല്ലാതിരാശ്രയിപ്പാനാരുവി നീയല്ലോ ഞങ്ങൾക്കുള്ള സമ്പത്ത് യേശുവേ നീയല്ലോ ഞങ്ങൾക്കായി വൻപീഠത്തിൽ വന്നത് നീതരാ ഞങ്ങളുടെ പാപമെല്ലാമേറ്റതും നീതരാ ഞങ്ങളുടെ പാപമെല്ലാമേറ്റതും നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ കാൽവരി മലമുകളെ ഞങ്ങൾക്കായി കാൽകരം ചേർന്നു നീ മരിച്ചു ഇതേയ കാൽകരം ചേർന്നു നീ മരിച്ചു നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു ഇന്നുമെന്നും കൂടെ വാക്കു തന്നവൻ ഇന്നുമെന്നും കൂടെ വാക്കു തന്നവൻ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ ജനകരുടെ വല്ലമർന്നി ഞങ്ങൾക്കായി ദിനംപ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന ദിനംപ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ ശത്രുവീതം ശക്തിയോടെ നിൽക്കുന്ന മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന മാത്രയിൽ ജയം തന്നു